ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും വിഷ്ണുശാലിനിയുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. രാജേശ്വരി തെറ്റിദ്ധരിപ്പിച്ചതിനനുസരിച്ച് ശാലിനിയുടെ വിവാഹ നിശ്ചയമാണ് നടക്കുന്നതെന്ന് കരുതി ശാരികയുടെ വിവാഹ നിശ്ചയം ആകെ അലങ്കോലപ്പെടുത്തി തിരികെ പോവുകയാണ് വിഷ്ണു. ഇനി ശാലിനിക്കൊരു കല്യാണാലോചന വന്നാൽ രാജീവിനുണ്ടാകുന്ന അതേ അവസ്ഥയായിരിക്കും ഉണ്ടാകുന്നതെന്ന് എല്ലാവരെയും ഭീഷണിപ്പെടുത്തിയിട്ട് അവിടെ നിന്നും പോവുകയാണ് വിഷ്ണു. വിഷ്ണു പറഞ്ഞ കഥകളെല്ലാം കേട്ട് ആകെ സങ്കടപ്പെട്ടു നിൽക്കുകയാണ് ശാരദാമ്മ. എന്തു ചെയ്യണമെന്നറിയാതെ ശാലിനിയും നിൽക്കുന്നു. പിന്നീട് ശാരദാമ്മ ശാലിനിയോട് നടന്ന സംഭവങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുകയാണ്. അവനീ പറഞ്ഞിട്ട് പോയ കാര്യങ്ങളെല്ലാം സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ സത്യമാണ് എന്ന് സമ്മതിക്കുകയാണ് ശാലിനി. ആ ദേഷ്യത്തിൽ ശാലിനിയെ അടിക്കുകയാണ് ശാരദാമ്മ. എന്നിട്ട് പറയുകയാണ്, മതിയായി എനിക്ക്, എൻ്റെ ശാരിമോളുടെ കല്യാണം നടത്തിയ നീ ഇനി ഇവിടെ നിൽക്കേണ്ട, ഇറങ്ങിപ്പോവെന്നും പറഞ്ഞ് ശാലിനിയെ പിടിച്ച് തള്ളുകയാണ് ശാരദാമ്മ. പിന്നീട് ഇക്കാര്യങ്ങളെല്ലാം പ്രീതി അറിയുകയാണ്. വിവാഹ നിശ്ചയം മുടക്കിയതും വിഷ്ണു അവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും ഒക്കെ. ഈ വിവാഹാലോചന ഈ നടയിൽ ഉപേക്ഷിച്ചിട്ട് പോവുകയാണെന്ന് വിജയലക്ഷ്മിയുടെ വാക്കുകൂടി കേട്ടപ്പോൾ ശാരദാമ്മ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. നടന്ന സംഭവങ്ങളെപ്പറ്റി അറിയാനായി സത്യഭാമ വിഷ്ണുവിനെയും കൂട്ടി പുറപ്പെടുകയാണ്. അതിൽ നിന്ന് ആസ്വദിക്കുകയാണ് സുസ്മിത. ഇനി ശാരിയെ സ്വീകരിക്കാൻ രാജീവിനെ വിജയലക്ഷ്മി സമ്മതിക്കുമോ എന്നുള്ളതും ശാലിനിയുടെ അവസ്ഥയെപ്പറ്റിയും നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക്